താങ്ക് യു ബ്രദർ എബ്രാഹിം ചെമ്പോല. അടുത്തതായിട്ട് നമ്മോട് സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ KC ചാക്കോ. അദ്ദേഹത്തെ ഈ പോഡിയത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാ മാന്യ ദൈവദാസന്മാർക്കും മുന്നിലും ഉടനീളം അവിടെയും ഇവിടെയും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് ഇവിടെ ഞാൻ സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മ സ്നാനം രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന ഒരനുഭവമല്ല, ആ പെന്തക്കോസ്ത് സ്നാനത്തോടനുബന്ധിച്ച് ലഭിച്ച അന്യഭാഷാ പ്രവചനം, മറ്റ് കൃപകൾ ഉൽപ്രാപണം വരെ കാണും. ഇത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഈ വേദപുസ്തകം ആദിയിൽ എന്ന് തുടങ്ങി ആമേൻ കർത്താവേ വരയണമേ എന്നുള്ളത്, അത് വസ്തുത ഒന്നും ചേഞ്ച് ചെയ്യാതെ ഇൻ്റർപ്രിട്ടേഷൻ കൂടാതെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ നാം കേട്ടതിനെ മറുപടി പറയുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അടുത്ത 35 മിനിറ്റ് കൊണ്ട് പറവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം എനിക്ക് മുമ്പേ സംസാരിച്ച അദ്ദേഹം 35 മിനിറ്റ് എടുത്തിട്ടുണ്ട്. യേശുക്രിസ്തുവാണ് സഭയോട് ആത്മസ്നാനത്തെക്കുറിച്ച് വ്യക്തമാക്കിയത്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു ആത്മസ്നാനം കർത്താവ് നൽകുമെന്ന്. അത് 4 പ്രാവശ്യം സുവിശേഷങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു അപ്പോസ്തല പ്രവൃത്തിയിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് ആത്മസ്നാനം ലഭിക്കും. അതിനെ പത്രോസ് ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൂടാതെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ൽ അപ്പോസ്തലനായ പൗലൂസും പറയുന്നു. യേശുക്രിസ്തുവാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യേശു പറഞ്ഞ പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ 3-മനാണ്. അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, സകലതും ഉപദേശിക്കും, ഞാൻ പറഞ്ഞത് ഓർമ്മിപ്പിക്കും, എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും, അതുമാത്രമല്ല എന്നെ മഹത്വീകരിക്കും. അതുകൂടാതെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പറഞ്ഞു നിങ്ങൾ ന്യായാധിപന്മാരുടെ മുൻപിൽ നിൽക്കുമ്പോൾ എങ്ങനെ പറയണമെന്ന് ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഇത് സഭയോടാണ് പറയുന്നത്. അന്നത്തെ സഭയെന്ന് പറയുന്നത് അപ്പോസ്തലന്മാരായിരുന്നു. സഭ സ്ഥാപിക്കപ്പെട്ടത് പെന്തക്കോസ്ത് ദിനമാണെങ്കിലും യേശുവിൻ്റെ ശിഷ്യന്മാരോടാണ് ഇത് സംസാരിക്കുന്നത്. യേശു പറഞ്ഞു നിങ്ങൾക്ക് ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ് ലഭിക്കേണ്ടത്. ഇവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നു, സ്നാനപ്പെട്ടവരായിരുന്നു. മാളിക മുറിയിൽ വെച്ച് മുന്തിരിയും ശാഖയും എന്ന നിലയിൽ നിങ്ങൾ ഒന്നിച്ചാണ് ക്രിസ്തുവുമായി എന്ന് അവിടെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമുണ്ട്. ആ അപ്പോസ്തലന്മാർ ഈ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടുമെന്നോ രക്ഷിക്കപ്പെടുമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. നിങ്ങൾക്ക് സുവിശേഷം അറിയിപ്പാൻ യെരൂശലേം തുടങ്ങി ലോകം മുഴുവൻ സുവിശേഷം അറിയിപ്പാൻ ശക്തി നൽകും എന്നാ പറഞ്ഞത്. അവരെ 10 ദിവസം കാത്തിരുന്നു. അവിടെ അവരുടെ മുകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ദൈവം പറഞ്ഞു, അഥവാ കർത്താവ് പറഞ്ഞു, ഇത് ലഭിക്കുന്നത് പ്രാർത്ഥിക്കുന്നവർക്കാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ധാരാളം നൽകും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, ഇത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അന്ന് വരെ അവർക്ക് ലഭിച്ചിരുന്നില്ല, കാരണം തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞ് യേശു തമ്പുരാൻ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിക്കും. അപ്പോൾ യേശു പറഞ്ഞത് എന്താണ് ഈ ആത്മസ്നാനമെന്ന് ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ അതെങ്ങനെയാണ് ലഭിച്ചതെന്ന്
അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം തുടങ്ങി 19-ാം അധ്യായത്തിലും കൊരിന്ത്യ ലേഖനത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ അപ്പോസ്തോലന്മാർ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ ആ ആത്മാവിനെയാണ് ഞങ്ങൾ പരിശുദ്ധാത്മ സ്നാനം എന്ന് വിളിക്കുകയും അന്ന് ലഭിച്ച, അന്ന് പറഞ്ഞ അന്യഭാഷയും പ്രവചനവും ദർശനവും വെളിപ്പാടും അതിനോടനുബന്ധിക്കുന്ന സകല കൃപാവരങ്ങളും ദൈവം സഭയ്ക്ക് ക്രിസ്തു എന്ന തലയോളം ആകുമാറ് അവൻ ദാനങ്ങളെ കൊടുത്തതാണ്. അത് കർത്താവ് തന്നത് എന്തിന്? എന്നേക്ക് നമ്മളോടുകൂടെ ഇരിപ്പാൻ. അവിടെ എടുത്ത് ഞാൻ പറയട്ടെ, യേശു പറഞ്ഞ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് പെന്തക്കോസ്ത് ദിനമാണ്. ആ ആത്മാവിനെയാണ് യേശു പറഞ്ഞത്, നിങ്ങൾ കണ്ടത്, കേട്ടത്, അറിഞ്ഞത്, മനസ്സിലാക്കിയത്, പ്രോമിസ് ചെയ്തത്. മോശ ഒരിക്കൽ പറഞ്ഞു, ദൈവജനമെല്ലാം പ്രവാചകന്മാരും ആത്മാവിൽ നടത്തപ്പെടുന്നവരുമായിരുന്നെങ്കിൽ. അത് കഴിഞ്ഞിട്ട് യോവേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, അതിനുശേഷം അവൻ പരിശുദ്ധാത്മാവിനെ നൽകും. അപ്പോൾ പത്രോസിനും കൂട്ടർക്കും പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് ദിനം ഇറങ്ങി വന്നു. അവിടെ അന്യഭാഷ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കേട്ട 2 വിഭാഗം ജനങ്ങളുണ്ട്. ഒരു കൂട്ടരെ എന്ത് ചെയ്തു എന്നറിയാമോ? അവരെ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ച് അവർ വളരെ അത്ഭുതപ്പെട്ടു. അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളോടല്ല പത്രോസ് സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ പുതുവീഞ്ഞു കുടിച്ചവരല്ല എന്ന് പറയണമെങ്കിൽ, പുതുവീഞ്ഞു കുടിച്ച് കുടിയന്മാരെ പോലെ ഇവരെ അട്ടഹസിക്കുകയാണെന്ന് വിചാരിച്ച് നിൽക്കുന്ന ജനസമൂഹത്തെയാണ് താൻ സംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നത്. അപ്പോൾ പെന്തക്കോസ്ത് ദിനം ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പറയുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടം ജനം, അവർ ഭാഷ മനസ്സിലാക്കി. എന്നാൽ മനസ്സിലാക്കാത്ത വേറൊരു കൂട്ടം, സ്വാഭാവികമായി കൊച്ചുകൂട്ടത്തെ അല്ല സംബോധന ചെയ്യുന്നത്. ആരാണ് സംശയിക്കുന്ന, അവരാണ് വലിയ ഗ്രൂപ്പ്. അവരെയാണ് പത്രോസ് അഭിസംബോധന ചെയ്ത് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവരാരും കള്ളുകുടിച്ചവരല്ല. പിന്നെന്താണ് ഇത്? യോവേൽ പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. അതിന് ഒരു വാചകം ആത്മാവിൽ ആര് കൂട്ടി? പത്രോസ് കൂട്ടിയിട്ട് പറയാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അത് രക്ഷിക്കപ്പെടുന്നതിനല്ല, ശുശ്രൂഷയ്ക്ക്. എന്താ? അന്ന് വരെ പുരോഹിതനും പ്രവാചകനും രാജാവെന്ന 3 കൂട്ടരേ ഉള്ളൂ ശുശ്രൂഷയ്ക്ക്. ഇന്ന് തുടങ്ങി സകലരും ശുശ്രൂഷ. എല്ലാവരും യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട സകലരും രാജകീയ പുരോഹിത വർഗമാക്കി പുതിയ നിയമത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ സ്നാനം വേണം. അവരെ എന്തു ചെയ്യും? പുത്രന്മാർ പ്രവചിക്കും, പുത്രിമാർ പ്രവചിക്കും, യൗവനക്കാർ പ്രവചിക്കും, ദർശനം കാണും, വെളിപ്പാട് കാണും, ദാസന്മാരും ദാസിമാരും കാണും. അതെന്തത്തേക്കാ? അന്ത്യകാലത്തെ. അന്ത്യകാലം തീർന്നു പോയിട്ടില്ല ഇന്നുവരെ. അതുകൊണ്ട് യോവേലിന്റെ പ്രവചനം എടുത്ത് പത്രോസ് പറയാണ്, ഇത് അന്ത്യകാലത്തെ, കൃപാകാലത്തെ, കർത്താവ് വരുന്നിടം വരെയാണ് അന്ത്യകാലം, ജാതികളുടെ കാലം. അന്നുവരെ ഇതുണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് യേശു പറഞ്ഞു എന്നേക്കും ഇരിക്കാൻ. അത് കഴിഞ്ഞിട്ട് വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? അന്ത്യകാലത്ത് എല്ലാവർക്കും ഈ ശുശ്രൂഷ വേണമെങ്കിൽ ആത്മസ്നാനം വേണം. യേശു എന്താ പറഞ്ഞത്? ആത്മസ്നാനം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കും. ആത്മസ്നാനം പ്രാപിച്ചവരെ നിങ്ങൾ നോക്ക്, അവർക്ക് ധൈര്യമുണ്ടായി, അവർക്ക് ആത്മധൈര്യമുണ്ടായി, അവര് ശക്തിയോടെ ദൈവത്തിന്റെ വചനം പറയുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുകയും ചെയ്തു. അപ്പോൾ ശക്തിയാണ് അവർക്ക് ലഭിച്ച ഒരു കാര്യം. അപ്പോൾ ഓർത്തോണം, അതാണ് അപ്പോസ്തല പ്രവൃത്തി 2 കാണുന്നത്. അവിടെ കൊണ്ട് പത്രോസിനെയും വിളിച്ചു പറയാ, ഈ കണ്ടതും കേട്ടതും, പരിശുദ്ധാത്മാവെന്നല്ല, നിറവെന്നല്ല, അഭിഷേകമെന്നല്ല, ഈ കണ്ടതും കേട്ടതും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥന്മാരായ സകലർക്കുമുള്ളതാണ്. എന്ന് വെച്ചാൽ ആരാ? എന്നുവരെ ഉൽപ്രാവണം നടക്കുമോ അന്നുവരെ ഉള്ളത്. നമ്മുടെ ദൈവം വാക്കുമാറുന്നവനല്ല, പോഷ്ക്ക് പറയുന്നവനല്ല, അവൻ അവിശ്വസ്തനല്ല,
അനീതിയുള്ളവനല്ല, അവൻ മുഖപക്ഷം നോക്കാതെ സകലർക്കും കൊടുക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നുവരെ ദൂരസ്ഥന്മാരായ സകലർക്കും. അപ്പോൾ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ക്യാരക്ടേഴ്സായി പുതിയ നിയമത്തിൽ നിൽക്കുന്നത് യേശു, പത്രോസ്, പൗലോസ്. പൗലോസ് എന്താ പറയുന്നത്? കൊരിന്ത്യരോട് പറയാണ്, നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. അപ്പോൾ എന്താ? എല്ലാവരും. അതെത്ര പേരാ എനിക്കറിഞ്ഞുകൂടാ. 1-ാം നൂറ്റാണ്ടിലുള്ളവരാണോ? ദൂരസ്ഥന്മാരോ 1-ാം നൂറ്റാണ്ടിലാണോ? അന്ത്യകാലം 1-ാം നൂറ്റാണ്ടിലാണോ? എന്നേക്കുമെന്നുള്ളത് 1-ാം നൂറ്റാണ്ടിലാണോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്തോന്നറിയാമോ? ഇതെല്ലാവർക്കുമുള്ളതാ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരെ, യൗവനക്കാരെ, ദാസന്മാരെ, ദാസിമാരെ, സകലർക്കും. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് അറിയാമോ? ഇതെല്ലായിടത്തുമുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ യഹൂദന്മാർക്കാണ് ലഭിച്ചത്. അത് 12 പേരല്ല 120 പേരോളം ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 8-ാം അധ്യായത്തിലാണ്. അവിടെയും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരുമായിരുന്നു. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന് വേണ്ടി അവര് പത്രോസും യോഹന്നാനും വന്ന് അവരുടെ മുകളിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ കേട്ടതെന്ന് പറഞ്ഞിട്ടില്ല, പരിശുദ്ധാത്മാവ് വരുന്നത് കണ്ടാറെ. ആദ്യമേ കണ്ടതും കേട്ടതും എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പറയാ ഈ ശിമോൻ കണ്ടാറെ. അപ്പോൾ അവിടെ കാണാനുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഫിലിപ്പോസ് എന്ന പാസ്റ്റർക്ക് 4 പെൺപിള്ളാരുണ്ടായിരുന്നു. അവളുമാർ പ്രവചിക്കുമായിരുന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞ പരിശുദ്ധാത്മാവാണ് അവിടെ ലഭിച്ചത്. കാരണം എന്താ? അന്ത്യകാലത്ത് പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പോൾ അവിടെയുള്ള 4 പേരും പ്രവചിക്കുന്നവരാണെങ്കിൽ ഇത് ആത്മസ്നാനമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് 9-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ടതായിരുന്നു. 3 ദിവസം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവം ആരോട് പറയാ? അനനിയാസിനോട് പറയാ, ശൗലിനെ പോയി സൗഖ്യമാക്കുകയും അവനെ അഭിഷേകം പ്രാപിപ്പാൻ അവനെക്കുറിച്ചുള്ള നിർണയം പറയണം. അനനിയാസ് എന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. ആർക്ക്? രക്ഷിക്കപ്പെട്ട പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസിനെ. അപ്പോൾ അവിടെ പറഞ്ഞിട്ടില്ല അന്യഭാഷയുണ്ടെന്ന്, പ്രവചനമുണ്ടെന്ന്. പക്ഷേ പൗലോസ് പറയുക, ഞാൻ നിങ്ങളെക്കാൾ അധികമായി അന്യഭാഷയിൽ സംസാരിക്കുന്നു. പിന്നെ തിമോത്തിയോസിനോട് പറയാ, മൂപ്പന്മാരുടെ കൈവപ്പിനാൽ ലഭിച്ച പ്രവചനത്താൽ ലഭിച്ച. അപ്പോൾ പൗലോസിനെ അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്. തനിക്കത് ലഭിച്ചത് ദമസ്കോസിൽ വെച്ചാണ്. അപ്പോൾ ആദ്യം യെരൂശലേമിലാണ്, 2-ാമത്തെ ശമരിയയിലാണ്, 9-ാം അധ്യായത്തിൽ ദമസ്കോസിൽ വെച്ചാണ്. അപ്പൊ എല്ലായിടത്തും. 3-ാമത് കൈസരിയയിലുള്ള ജാതികളായ കൊർന്നലിയോസിന്റെ ഭവനത്തിലാണ്. അവര് സുവിശേഷം കേട്ടതേ ഉള്ളൂ. അവരെ വിശ്വസിച്ചെന്നോ സ്നാനപ്പെട്ടെന്നോ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ NASB വായിച്ചു നോക്ക്. നമ്മൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചതായ ഇവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തത് കൊണ്ട് ദൈവത്തെ എങ്ങനെ നമ്മൾക്ക് നിരാകരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവരെയാണ് സ്നാനപ്പെടുത്തിയത്. അപ്പോൾ അവർ വിശ്വസിച്ചു. ആരെ? കേട്ട വചനം വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ഇനിയും നിങ്ങൾ നോക്കേ, 13-ാം അധ്യായത്തിൽ അവിടെ ഒരു ചർച്ച ഉണ്ട്. അതേതാണ്? അന്ത്യോക്ക് സഭയാണ്. അന്ത്യോക്ക് സഭയിലുള്ളവർ ഈ അറിയപ്പെടുന്ന പ്രവാചകന്മാരോ അപ്പോസ്തലന്മാരോ ആയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് മനായേൽ, ലൂക്കിയോസ് എന്ന് പറയുന്ന ശിമയോൻ, അങ്ങനെയുള്ള സാധാരണക്കാരും പൗലോസും ബർന്നബാസുമാണ്. അവര് പ്രവചിക്കുന്നവരായിരുന്നു. പ്രവചനം ഏതിനോട് ചേർന്നതാ? ആത്മസ്നാനത്തോടുകൂടെ. അപ്പോൾ അന്ത്യോക്യയിലുള്ളവർ പ്രവചിക്കുന്നവരായിരുന്നു. ഇനിയും നിങ്ങൾ നോക്ക്, അടുത്ത അധ്യായം 19-ാം അധ്യായം. ശിഷ്യന്മാര്, യോഹന്നാന്റെ ശിഷ്യന്മാർ, അവരെ യേശുക്രിസ്തുവിന്റെ കുറിച്ച് കേട്ടിരുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ സ്നാനമേത്? അവര് പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം. എന്നാൽ അവന്റെ പിന്നാലെ വരുന്നവനിൽ വിശ്വസിക്കണം. അപ്പോൾ അവർ വിശ്വസിച്ചു. അവരെ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. എന്നിട്ടും പരിശുദ്ധാത്മാവ് വന്നില്ല, ആത്മസ്നാനം ലഭിച്ചില്ല. പൗലോസ് അവരുടെ മുകളിൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. യെരൂശലേമിലുള്ള ശിഷ്യന്മാർ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവർ, സമരിയയിലുള്ളവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ. 9-ാം അധ്യായത്തിൽ പൗലോസ് രക്ഷിക്കപ്പെട്ട് 3 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവൻ. അത് കഴിഞ്ഞിട്ട് 10-ാം അധ്യായത്തിൽ കൊർന്നലിയോസിന്റെ ഭവനത്തിലുള്ളവരെ യേശുവിൽ വിശ്വസിച്ച ശേഷം അവർക്കത് ലഭിച്ചു. എന്നാ പിന്നെ യോപ്പയിലുള്ള
കൈസരിക്കടുത്തുള്ള ഒരു പട്ടണത്തിലെ യഹൂദന്മാർ പറയാണ്, നമ്മളെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ ആര് വെള്ളം മുടക്കും? അപ്പോൾ യോപ്പയിലുള്ളവരും ഇതേ ആത്മസ്നാനം പ്രാപിച്ചു എന്നാണ്. ഇത് കേട്ട് അപ്പോസ്തലന്മാരെല്ലാം ഇളകി. 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും അതിന്റെ 26-ാം വാക്യവും നിങ്ങൾ വായിച്ചു നോക്ക്. അവിടെയുള്ള യഹൂദയിലുള്ള സകല ഈ ദൈവദാസന്മാരെയും പത്രോസ് വിളിച്ചു കൂട്ടിയിട്ട് പറയാണ്, വിശ്വാസികളെയും വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്. എന്താ പറയുന്നതെന്ന് അറിയാമോ? യോഹന്നാൻ പറഞ്ഞ ആത്മസ്നാനം നമ്മെ പോലെ പ്രാപിച്ച ഇവരെ എങ്ങനെ വെള്ളം മുടക്കും? അപ്പോൾ യഹൂദയിലുള്ള ദൈവമക്കളും അപ്പോസ്തലനായ പത്രോസിനെ പോലെ അഭിഷേകം അഥവാ ആത്മസ്നാനം പ്രാപിച്ചു എന്ന് പത്രോസ് അവിടെ പറയാ. അപ്പോൾ ആരൊക്കെയാ? യെരൂശലേമിലുള്ളവർ, യഹൂദയിലുള്ളവർ, സമരിയയിലുള്ളവർ, കൈസരിയയിലുള്ളവർ, യോപ്പയിലുള്ളവർ, ദമസ്കോസിലിരുന്ന പൗലോസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എഫസോസിലുള്ളവരും അത് ഏഷ്യ മൈനറാണ്. ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ ഏഷ്യ ഭൂഖണ്ഡം. അപ്പോൾ യേശു പറഞ്ഞു, യെരൂശലേം, യഹൂദിയ, സമരിയ ലോകത്തിന്റെ അറ്റത്തോളം. അവിടെ കർത്താവ് സമരിയയിൽ കഴിഞ്ഞ ശേഷം ഏഷ്യ മൈനറായ എഫസോസിലും യൂറോപ്പായ കൊരിന്ത്യയിലും ഇതേ അഭിഷേകമാണ് ലഭിച്ചത്. അവിടെ ഉള്ളവർ അന്യഭാഷ പറയുന്നവരായിരുന്നു. അവിടെയുള്ളവർ കൃപവരങ്ങളുള്ളവരായിരുന്നു. ഈ 1-ാം അധ്യായം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പറയുന്നത് സകല വരങ്ങളും ഉള്ളവരെന്ന. അവർ കർത്താവായ യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാ. അവിടെ വഴക്കുണ്ട്, പ്രശ്നമുണ്ട്. നമ്മൾ ആരും വഴക്കില്ലാത്തവരല്ല. അപ്പോസ്തലൻ എന്താ പറയുന്നത്? ഞാൻ ഒരു പാപം ചെയ്തില്ലെങ്കിലും നീതിമാൻ എന്ന് വരികയില്ല. അപ്പോസ്തലൻ വേറെ എന്താ പറയുന്നത്? ഞാൻ പിടിക്കാമോ എന്ന് നോക്കി പിടിച്ചെന്ന് വിചാരിക്കരുത്. അപ്പോസ്തലൻ എന്താ പറയുന്നത്? എനിക്ക് ആഗ്രഹിക്കാത്ത തിന്മയാണ് നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും വരുന്നത്. ആരും പെർഫെക്റ്റ് ആണെന്ന് വേദപുസ്തകം എങ്ങും പറഞ്ഞിട്ടില്ല. കൊരിന്ത്യരെ കറക്റ്റ് ചെയ്യാൻ എഴുതുന്നതോടൊപ്പം തന്നെ അവരുടെ ഗുണങ്ങളും അപ്പോസ്തലൻ അംഗീകരിച്ചിട്ടുണ്ട്. 1-7 വായിച്ചു നോക്ക്. ഒരൊറ്റ സഭയോട് പറയാത്ത അഭിനന്ദനമാണ് പറയുന്നത്. എന്താ പറയുന്നത്? സകല കൃപയിലും നിറഞ്ഞവർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ളവരും എന്തായിരുന്നു? ആത്മസ്നാനം പ്രാപിച്ചവരായിരുന്നു. എങ്ങനെ? അന്യഭാഷ പറഞ്ഞ്, പ്രവചനത്താല് യോവേൽ പറഞ്ഞതുപോലെ, പത്രോസ് കണ്ടതുപോലെ, യേശു തമ്പുരാൻ വാഗ്ദത്തം ചെയ്ത അതേ ശക്തി ഇവർക്കൊക്കെ ലഭിച്ചിരുന്നു. ഇത് രക്ഷിക്കപ്പെട്ടപ്പോൾ ആരും അറിയാതെ ലഭിക്കുന്ന ഒരു വിഷയമായിട്ട് ആത്മസ്നാനത്തെ എങ്ങും കാണുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ, എവിടെയെങ്കിലും ആത്മസ്നാനം പ്രാപിച്ചവരെ കാണാനോ കേൾക്കാനോ ശക്തിയോടുള്ള മിനിസ്ട്രി ഉണ്ടായിരുന്നു. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. 6 പേരെ തെരഞ്ഞെടുത്തു, അല്ല 7 പേരെ. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ അവിടെ പറയാ, നല്ല സാക്ഷ്യമുള്ളവരെ തെരഞ്ഞെടുക്കണം, വിശ്വാസമുള്ളവരെ തെരഞ്ഞെടുക്കണം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നല്ല സാക്ഷ്യവും വിശ്വാസം ഇല്ലാത്തവരുടെ ഉണ്ട്. അടുത്ത വാചകം എന്താണെന്നറിയാമോ? ആത്മാവ് നിറഞ്ഞവരെയും തെരഞ്ഞെടുക്കണം. അതിന്റെ അർത്ഥം എന്താ? ആത്മാവ് നിറയാത്തവരവിടെ ഉണ്ട്. അപ്പൊ ആത്മാവില്ലയോ രക്ഷിക്കപ്പെടുമ്പോൾ? തീർച്ചയായും ഉണ്ട്. യേശു തമ്പുരാൻ ശിഷ്യന്മാരെ അധികാരമുള്ളവരായി വിട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവിലാണ് യേശുവിന്റെ പ്രവൃത്തി മുഴുവൻ നടന്നത്. അതിനെതിരെ പറഞ്ഞവരെ ആണ് യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താൽ അത് ക്ഷമിക്കയില്ലെന്ന്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ. അപ്പോൾ അപ്പോസ്തലന്മാർ ശുശ്രൂഷ ചെയ്ത ആത്മാവിലാണ്, അവർ രക്ഷിക്കപ്പെട്ടത് ആത്മാവിലാണ്. അവരുടെ മേളിൽ ഊതിയിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ. അപ്പോൾ പരിശുദ്ധാത്മാവില്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പരിശുദ്ധാത്മാവിനെ അളവ് വലുതാണ്. ഓക്കെ, അതിന് ഉദാഹരണം പഴയ നിയമത്തിലുണ്ടല്ലോ. മോശയുടെ മുകളിൽ വന്ന ആത്മാവിനെ 70 പേർക്ക് എടുത്തു കൊടുത്തു. അപ്പോൾ ആ മോശയുടെ മുകളിൽ എത്രമാത്രം ആത്മാവായിരുന്നു? അവര് പ്രവചിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്പേഴ്സ് 11:26 അവരും പ്രവചിച്ചു. അപ്പോൾ നോക്കണം, പരിശുദ്ധാത്മാവില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. വീണ്ടും ജനിക്കണമെങ്കിൽ ആത്മാവിനെ വേണം. പക്ഷെ അതിൻ്റെ അളവ് വളരെ വ്യത്യസ്തമായിട്ട് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. നിറവെന്ന് പറഞ്ഞാൽ വെള്ളം നിറയുന്നത് പോലെയൊന്നുമല്ല. അതിൻ്റെ കൺട്രോളിൽ നടക്കുന്നവൻ, അതിൻ്റെ ഫലമുള്ളവൻ, അതിൻ്റെ വരമുള്ളവൻ. ഒരു കാര്യമൊന്നുമല്ല. വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത്, വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞു. ഈ വേദപുസ്തകം ശരിക്കും നാം വായിച്ച് പഠിക്കണം. നിറവും അഭിഷേകവും ആത്മസ്നാനവും മൂന്നാണ്. കാരണം ഒരു വ്യക്തിയെ ദൈവം അധികാരപ്പെടുത്തുമ്പോൾ അഭിഷേകം ചെയ്യുന്നു. യേശുവിനെ പോലും അഭിഷേകം ചെയ്തു. ആത്മസ്നാനമെന്നോ നിറവെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന പത്രോസ് പറയാണ്, നസ്രയനായ യേശുവിനെ ദൈവം ആത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്തു. അപ്പൊ അഭിഷേകം എന്നൊന്നും പറഞ്ഞാൽ തെറ്റായ പദമൊന്നുമല്ല.
നിറവെ. യേശു ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു. അവൻ നിറഞ്ഞവനായിരുന്നു. ആത്മസ്നാനത്തിന്റെ ആവശ്യമില്ല, കാരണം യേശുവാണ് ആത്മസ്നാപകൻ. അപ്പോൾ കൊരിന്ത്യയിലുള്ളവരോട് പറയാ, എന്താ പറഞ്ഞെന്നറിയാമോ? നാം എല്ലാവരും ഏക ശരീരമാകുമാറെ ആത്മാവിൽ സ്നാനപ്പെട്ടു. 12:13. എന്താ അതിന്റെ അർത്ഥം? ആരോടാ പറയുന്നത്? കൊരിന്ത്യരോടെ. അവർ അന്യഭാഷ പറഞ്ഞ് ആത്മസ്നാനം പ്രാപിച്ചവരാ. പൗലോസ് അന്യഭാഷ പറഞ്ഞ് ആത്മസ്നാനം പ്രാപിച്ചവനാ. അപ്പൊ അവരോട് പറയാ, നോക്കൂ, കൊർന്നല്യോസിന്റെ ഭവനത്തിൽ സഭയുടെ ഭാഗമായി ജാതികളെ അംഗീകരിച്ചിരുന്നില്ല. ആത്മസ്നാനം കണ്ടപ്പോഴാണ് അവർ അംഗീകരിച്ചത്. അതുപോലെ കൊരിന്ത്യയിൽ പാവപ്പെട്ട ആരുണ്ടായിരുന്നു? ഈ അടിമകളായിട്ടുള്ളവരുണ്ടായിരുന്നു, വിശ്വാസികൾ. സ്വതന്ത്രന്മാരുണ്ടായിരുന്നു, ഗ്രീക്കുകാരുണ്ടായിരുന്നു, യഹൂദന്മാരുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും ആത്മാവിലാണ്. അന്ന് യഹൂദന്മാരായ അവിശ്വാസികൾക്ക് ബോധം കൊടുത്തത് ഈ ആത്മസ്നാനത്താലാണ്. ഏത് കണ്ടപ്പോൾ? അന്യഭാഷയോടുകൂടി പറയുന്ന ആത്മസ്നാനം കണ്ടപ്പോഴാണ് അവരൊന്നാണെന്ന് പറഞ്ഞ് കൈ കൊടുത്തത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. യഹൂദനെന്നോ യവനെന്നോ സ്വതന്ത്രനെന്നോ ദാസനെന്നോ വ്യത്യാസമില്ലാതെ ആത്മസ്നാനത്താലാണ് നാം ഒന്നായത്. അതെന്തോ എങ്ങനത്തേതാണ് അതിന്റെ ചരിത്രം? കൊർന്നല്യോസിന്റെ ഭവനത്തിലുള്ള ആത്മസ്നാനം. അതാണ് ജാതികളെ ഒന്നിപ്പിക്കാനുള്ള ഏക കാരണം. അപ്പോൾ അതിന്റെ അർത്ഥം അതെല്ലാവർക്കും അങ്ങ് മൊത്തക്കച്ചവടത്തിൽ എടുക്കാമെന്നല്ല. പിന്നെ എന്തോ ചെയ്യണം? വിശ്വാസത്തിലാണ് നാം പ്രാപിക്കുന്നത്. ആദ്യം കാത്തിരുന്നു, അവർ പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് ദൈവം ഇവിടെയുണ്ട്. ആ ഗലാത്യ ലേഖനം 3:3 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ടോ വിശ്വാസത്തിന്റെ വചനത്തിലോ ആത്മസ്നാനം പ്രാപിച്ചത്, അല്ലെ ആത്മാവിനെ നേടിയത്. തീർച്ചയായും വിശ്വാസത്തിലാണ്. വിശ്വാസിക്കുന്നവർക്കാണ് ഇത് കൊടുക്കുന്നത്. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നാണ് തിരുവെഴുത്ത് ഒഴുകുന്നത്. അല്ലാതെ മാനസാന്തരപ്പെടുമ്പോഴല്ല. ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് കാണാൻ വേദപുസ്തകത്തിലില്ല അവർ ആത്മസ്നാനം പ്രാപിച്ചത്. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കാണിച്ചു തരട്ടെ. ആരെങ്കിലും അപ്പോസ്തലന്മാരോ ജാതികളോ ശമരിയയിലുള്ളവരോ അപ്പോസ്തലനായ പൗലോസോ എഫെസോസിലുള്ളവരോ ആരെങ്കിലും, നമുക്ക് ആകെ അറിയാവുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് എങ്ങനെ ആത്മസ്നാനമെന്ന്. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ 2 അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയേ ഉള്ളൂ. ഒന്ന് പത്രോസിന്റെയും ഒന്ന് പൗലോസിന്റെയും. ഇവർക്ക് 2 പേരുടെയും അനുഭവത്തിൽ ഇങ്ങനെയാണ്. അവിടെ എഴുതി വച്ചിരിക്കുന്ന എല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ ആത്മസ്നാനം എന്ന് പറയുന്നത് യേശു ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പെന്തക്കോസ്ത് ഇറങ്ങി വന്നത്, ബാക്കി അപ്പോസ്തലന്മാർ വിവരിച്ചിരിക്കുന്നത്, എല്ലായിടത്തും അന്യഭാഷയോ പ്രവചനമോ കാണാനോ കേൾക്കാനോ ശക്തി വെളിയിൽ കാണിക്കുന്നതോ ശുശ്രൂഷ വെളിപ്പെടുത്തുന്നതുമായിരുന്നു. പിന്നെ എന്താ നിന്നുപോയതെന്ന് പറയുന്നത്? നിന്നുപോയി എന്ന് പറയുന്നത് കൊരിന്ത്യ ലേഖനം 13:8 മുതൽ 13 വരെയുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അവിടെ നിന്നു പോകുന്ന അല്ല വിഷയം. സ്നേഹമില്ലാതെ ശിശുക്കളെ പോലെ, ജഡികന്മാരെ പോലെ, വിഭാഗിക ചിന്തയോടുകൂടെ കർത്തൃമേശയിൽ പോലും വഴക്കുണ്ടാക്കുന്ന, അവനവന്റെ ഗിഫ്റ്റും പറഞ്ഞ് ബഹളം വെക്കുന്ന കൊരിന്ത്യരോട് പറയുകയാണ്, ശ്രേഷ്ഠമായ മാർഗം ഞാൻ കാണിച്ചു തരാം. 12-ാം അധ്യായത്തിൽ കൃപകളെ കുറിച്ച് പറഞ്ഞിട്ട് പറയാം, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഞാൻ കാണിച്ചു തരാം, അത് സ്നേഹമാണ്. 13-ാം അധ്യായത്തിൽ പറയാ, എന്തെല്ലാം കൃപകളുണ്ടെങ്കിലും മാറിപ്പോകുമെന്ന് അവിടെ പറഞ്ഞ സകല കൃപകളും 1 തൊട്ട് 3 വരെ പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യരുടെ ഭാഷ അല്ല, ഇനി ദൂതന്മാരുടെ ഭാഷ പറഞ്ഞാലും, എത്ര മാത്രം അത്ഭുതം ചെയ്താലും എന്തെല്ലാം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ വട്ടപൂജ്യം. എന്നിട്ട് 4 മുതൽ 7 വരെ പറയാണ് സ്നേഹത്തിന്റെ സവിശേഷത. 8 മുതൽ 13 വരെ പറയാണ് നിത്യമായ സ്നേഹവും നിത്യമല്ലാത്ത കൃപകളും. അതിന് 3 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, 3 കൃപകൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഒന്ന് എടുത്തു പറയുന്നതേ ഉള്ളൂ. പ്രവചനവും അന്യഭാഷയും ജ്ഞാനവും നീങ്ങിപ്പോകും. എപ്പം? പൂർണ്ണമായത് വരുമ്പോൾ. എന്താ പൂർണ്ണമായത്? ദൈവോചനമാണെന്നാണ് മറ്റോ ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്ന ആൾക്കാർ വിശ്വസിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലൻ പറയാ, ഞാൻ ശിശുവായിരുന്നു, ഞാൻ പുരുഷനായി, ശിശുവിനോട് ത്യജിച്ചു കളഞ്ഞു. ദൈവോചനമാണെങ്കിൽ പുരുഷത്വം പ്രാപിപ്പാൻ ദൈവവചനം വേണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞു 57-ലാണ് എഴുതിയതെന്ന്. ഓക്കെ, 57 താൻ പുരുഷനായെങ്കിൽ ദൈവവചനത്തിന്റെ ആവശ്യം എന്തിനാ? ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ പുരുഷനായി എന്നാ പറഞ്ഞിരിക്കുന്നത്. ശിശു ആയിരുന്നു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനോട് ത്യജിച്ചു കളഞ്ഞു, ഞാൻ പുരുഷനായിരിക്കുന്നു. അപ്പോൾ എന്ത് വേണ്ട പുരുഷനാകാൻ? ഹലോ, എന്ത് വേണ്ട?
27 പുസ്തകവും വേണ്ട പുരുഷനാകാൻ. അപ്പോൾ കാനോനാണത്രേ ഈ ദൈവോചനം ആയി വന്നപ്പോഴാണ് അഭിഷേകം നിന്നെന്ന്. അപ്പോസ്തലനായ പൗലോ യോഹന്നാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവസാനം എഴുതി ആമേൻ കർത്താവേ വരണമേ. അന്നേരം എല്ലാം തിന്നുപോയോ? എന്തോ ഒരു കാര്യം, ലോകത്തിലുള്ള ഒറ്റ ഒരുത്തിനും ഇത് കിട്ടിയിട്ടില്ല. ആകെപ്പാടെ 15-ാം നൂറ്റാണ്ട് വരെ 10 താഴെ ഭാഷയിലെ ദൈവോചനം ഉണ്ടായിരുന്നുള്ളൂ. അത് ലഭിക്കേണ്ട ജനങ്ങള് ഏറ്റവും കുലീനന്മാർ, ഈ ചുരുളും വേദപുസ്തകവും പ്രാപിക്കുവാൻ കഴിവുള്ളവർ. അപ്പോൾ ദൈവം അത്ര മണ്ടനാണോ? ഈ ദൈവോചനം ആരോ എവിടെയോ ഒരു ഭാഷയിൽ എഴുതി വെച്ചപ്പോൾ ഇത്രയും വലിയ വന്ന് സമൂഹത്തിന്റെ ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടിയും അവരുടെ ആ ജീവിതത്തിൽ കർത്താവിനെ ഉയർത്തുവാൻ വേണ്ടി കൊടുത്ത ആ കൃപകൾ എടുത്തു കളയാൻ അത്ര മണ്ടനാണ്? റോമാലേഖനം 11:29 വായിച്ചു നോക്കെ. ദൈവം തൻ്റെ കൃപകളെക്കുറിച്ചും വെളിയെക്കുറിച്ചും അനുദപിക്കുന്നില്ല. അതിൻ്റെ യഥാർത്ഥത്തിൽ പറഞ്ഞ് പിൻവലിക്കുന്നില്ല. നിങ്ങൾ ഗ്രീക്ക് പോയി വായിച്ചു നോക്കെ. അവൻ പിൻവലിക്കുന്നില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ എഴുത്തുകളിൽ ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ഹീബ്രു റൈറ്റിങ്സിൽ ഒരു കാര്യം ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാൻ വേണ്ടി വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ സങ്കീർത്തനം മുഴുവൻ നോക്കെ, സദൃശവാക്യം നോക്കെ, പാരലിസം പോലെ അതെൻ്റെ ഒരു തത്വമാണ്. ഒരു കാര്യം ഒന്നും കൂടെ പറയാൻ, യേശു ശിമോനെ ശിമോനെ ആമേൻ ആമേൻ എന്ന് വിളിക്കുന്നതിന് കാരണം ഞാൻ പറഞ്ഞത് ഉറപ്പിക്കുകയാണ്. അവിടെ പറയാ പെർഫെക്റ്റ് 10-ാം വാക്യം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വേഗം പോകുന്നത്. 10-ാം വാക്യത്തിൽ പറഞ്ഞു ഏതെ പൂർണ്ണമായത് വരുമ്പോൾ. 12-ാം വാക്യത്തിൽ പറയാ മുഖാമുഖം കാണുമ്പോൾ. അപ്പോൾ ആദ്യം പറഞ്ഞത് പെർഫെക്റ്റ് ആണെന്നുള്ളത് മുഖാമുഖം കാണുമ്പോഴാണ്. അതിന് വാക്യം റോമാലേഖനം 8:29 തൻ്റെ പുത്രനെ പോലെ അനുരൂപമാകുന്ന ദിവസം, തേജസ്കരിക്കപ്പെടുന്ന ദിവസം, തേജസ്കരണം. യോഹന്നാന്റെ സുവിശേഷം ലേഖനം 1:3 അധ്യായത്തിന്റെ 2-ാം വാക്യം പറയാ അവനെ കാണുന്നത് പോലെ നാം കാണുമ്പോൾ നാം എല്ലാം അറിയും. പിന്നെ എവിടാ പറഞ്ഞിരിക്കുന്നത്? തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ദിവസം. അതെന്താണ്? എൻ്റെ തേജസ്കരണം വരെ എൻ്റെ അറിവ് അല്പമായിരിക്കും, എൻ്റെ നോളജ് അല്പമായിരിക്കും, എൻ്റെ പ്രവചനം അല്പമായിരിക്കും, എൻ്റെ അന്യഭാഷ അല്പമായിരിക്കും. അത് കർത്താവ് എൻ്റെ ക്രിസ്തു എന്ന തലയോളം വളരുവാനാണ് തന്നതെങ്കിൽ എല്ലാവർക്കും വേണം, അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇനി ഞാൻ പറയട്ടെ, 1-ാം നൂറ്റാണ്ടിൽ കൃപകൾ വരങ്ങളൊക്കെ അങ്ങ് പോയി, ഞാൻ അങ്ങ് സമ്മതിക്കുക. വരം പോയി, പ്രവചനവും പോയി, ജ്ഞാനവും പോയി, അന്യഭാഷയും പോയി. ഈ 4-5-ാം നൂറ്റാണ്ടിലാണ് ഈ പുസ്തകമായിട്ട് എഴുതിയത്. നിങ്ങളിത് ചരിത്രം വായിച്ചു നോക്കിക്കേ. ആകെ 22 എണ്ണമായിരുന്നു ആദ്യം, പിന്നെ 30 ആയിരുന്നു, പിന്നെ 36 ആയിരുന്നു. അവസാനം ഇതെല്ലാം കൂടി 27-ആയി സംഘടിപ്പിച്ചവർക്ക് ജ്ഞാനവുമില്ല, പ്രവചനവുമില്ല, അന്യഭാഷയുമില്ല, ഒരു വരവുമില്ല. അവർ സ്കോളേഴ്സ് ആയിരുന്നു, ഇന്നത്തെ സ്കോളേഴ്സിനെ പോലെ തന്നെ. എന്തോ കൊണ്ടാണ് അവർ 27 എണ്ണം മാറ്റി ഇത് ദൈവോചനമാണെന്ന് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ പുസ്തകം ദൈവോചനമാണെന്ന് 4-ാം നൂറ്റാണ്ടിൽ എല്ലാം കൂടെ ക്രോഡീകരിച്ച അഗസ്റ്റിനോ ഒറിഗിനോ അഥനേഷ്യസിനോ എല്ലാവർക്കും എന്തോ കൃപയുണ്ടോണ്ടോ ഇത് തെരഞ്ഞെടുത്ത് ഇതാണ് ദൈവോചനം എന്ന് പറയാൻ? ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് സ്പെഷ്യൽ കൃപയുണ്ടായിരുന്നു, ഇല്ലുമിനേഷൻ ഉണ്ടായിരുന്നു, അവർക്ക് ദൈവത്തിന്റെ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏത് വേണ്ട. നിങ്ങൾക്കറിയാമോ, യൂദായുടെ പ്രവചനത്തിൽ അപ്പോക്രിഫയുടെ പുസ്തകത്തിൽ നിന്ന് കോട്ടുണ്ട്. ഹാനോക്കിന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് 1000 വിശുദ്ധന്മാരുമായി വരുമെന്ന്. ആ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് റബീഷാണ്. അവരതിനെ തിരസ്കരിച്ചു. കാരണം എന്താ? ആത്മീയ അറിവ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ജ്ഞാനം നിന്നു പോയെങ്കിൽ ഈ പുസ്തകത്തിന് യാതൊരു വിലയുമില്ല. കാരണം അവിടുന്ന് ഇവിടുന്ന് കൂട്ടി വെച്ച പുസ്തകം നല്ലേ ഉള്ളൂ. ജ്ഞാനമുണ്ട്, പ്രവചനമുണ്ട്, ആത്മാവിന്റെ വരമുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇതാണ് ദൈവവചനമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറ, ഈ പുസ്തകം അംഗീകരിക്കാൻ നിങ്ങൾ അംഗീകരിക്കുന്നതിന് ഒരൊറ്റ കാരണം പറ. ജ്ഞാനമില്ലെങ്കിൽ അപ്പോസ്തലന്മാർ എഴുതിയെന്നാണോ? 3 അപ്പോസ്തലന്മാരെ എഴുതിയിട്ടുള്ളൂ, മത്തായി, യോഹന്നാൻ, പത്രോസ്. ബാക്കിയുള്ളതൊക്കെ 12 പേരിൽപ്പെട്ടല്ല. പൗലോസോട് എഴുതി. ബാക്കിയുള്ളവരൊക്കെയോ ഇതിനെ എങ്ങനെയാ ക്രോഡീകരിച്ചേ? ഇതെന്താണെന്ന് എന്തിനാ അവർ പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നത്? അവർക്ക് പ്രത്യേക യാതൊരു ചാതുര്യവും ഇല്ലെങ്കിൽ. സമയമായോ? 5 മിനിറ്റ് കൂടെ. ക്രോഡീകരിച്ചെങ്കിൽ പിന്നെ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ദൈവോചനമാണെങ്കിൽ ദൈവോചനം വരുന്നതിന് മുൻപേ അപ്പോസ്തലനായ പൗലോസ് പുരുഷത്വം പ്രാപിച്ചു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മുടെ തേജസ്കരണമാണ്. അതും കർത്താവിന്റെ വരവും ഒന്നിച്ച് നടക്കും, അല്ലെങ്കിൽ അല്പവ്യത്യാസത്തിൽ നടക്കും. അപ്പോൾ എന്തോ സംഭവിക്കും?
കൃപകളെല്ലാം മാറിപ്പോകും. അന്ന് എനിക്ക് കൃപയുടെ ആവശ്യമില്ല, ഇന്ന് എനിക്ക് കൃപയുടെ ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാമോ, അവസാനത്തെ പുസ്തകത്തിലൊന്നും ആത്മവരങ്ങളോ കൃപാവരങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പ്രിയപ്പെട്ടവർ പറഞ്ഞു. അവസാനത്തെ പുസ്തകത്തിൽ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിനാ സ്നാനപ്പെടുത്തുന്നത്? ആദ്യമേ പറഞ്ഞിട്ടുള്ളൂ. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ കർത്തൃമേശയെക്കുറിച്ച് ഈ കൊരിന്ത്യ ലേഖനത്തിലേ പറഞ്ഞിട്ടുള്ളൂ, വേറെങ്ങും പറഞ്ഞിട്ടില്ല. പൗലോസ് തിമോഥെയോസിനോട് പറയാ, കുഞ്ഞെ, നീ പ്രാപിച്ച ആത്മാവുണ്ടല്ലോ, അത് ശക്തിയുടെ ആത്മാവാണ്. അപ്പോഴാ ഞങ്ങൾ കൈവച്ച് നിനക്ക് കിട്ടിയ കൃപാവരത്തെ എന്തോ ചെയ്യണം? നീ ജ്വലിപ്പിക്കണം. അവസാനത്തെ ലേഖനത്തിലാണ്. അപ്പോൾ കൃപാവരം ഉണ്ടായിരുന്നു. നിങ്ങൾ ചരിത്രത്തേക്ക് ഉടനോളം നോക്കേ. ഈ അപ്പോസ്തലന്മാരുടെ എഴുത്തെന്നും പറഞ്ഞ് 125 ഡിഡാക്കെ എന്ന് വിളിക്കപ്പെടുന്ന ശ്രേഷ്ഠമായ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ് കള്ളപ്രവാചകനെയും അപ്പോസ്തലനെയും എങ്ങനെ വേർതിരിച്ചറിയാമെന്ന്. പേരും നാളും എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വരട്ടെ. അംബ്രോസ് പറയുകയാണ്, അവൻ രോഗസൗഖ്യവും ആത്മാവില് അന്യഭാഷ പറയുന്നതും എല്ലാം കണ്ടിട്ടുണ്ട് എന്ന് അംബ്രോസ് പറഞ്ഞിട്ടുണ്ട്. ഒറിഗീൻ പറഞ്ഞിട്ടുണ്ട്. ആ അപ്പോസ്തലന്മാരുടെ കാലത്തെ പോലെ അത്ഭുതമില്ലായിരുന്നെങ്കിലും അത്ഭുതവും അടയാളവും അന്യഭാഷയും ഒക്കെ ഉണ്ടെന്ന് എല്ലാ പിതാക്കന്മാരും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അത്ഭുതം നിന്നുപോയോ? അടയാളം നിന്നുപോയോ? വീര്യപ്രവൃത്തി നിന്നുപോയോ? നിങ്ങൾ കേട്ടിട്ടില്ല സുന്ദര സിംഗ്? അങ്ങനെ പന്തക്കോസുകാരനല്ല, ബാപ്റ്റിസ്റ്റുകാരനുമല്ല, ഒരു കാരനുമല്ല. യേശു അവിടെ പ്രത്യക്ഷപ്പെട്ടു, തനിക്ക് വിഷം കൊടുത്തു, താൻ മരിച്ചില്ല, പൊട്ടക്കിണറ്റിലിട്ടു, താൻ പുറത്തു വന്നു. ഭഗത് സിംഗ്, അദ്ദേഹവും പന്തക്കോസുകാരനൊന്നുമല്ല. അദ്ദേഹത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന പ്ലിമത്ത് ബ്രദറൻ ഡേവിഡ് ഹണ്ട് എഴുതി വെച്ചിരിക്കുക, അദ്ദേഹം കണ്ണുകൊണ്ട് കണ്ടു ഭഗത് സിംഗ് കൈവച്ചപ്പോൾ കുരുടന്മാർ, ഷെയ്ഡന്മാർ സൗഖ്യം വരുന്നത്, മാരക രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത്. അത് പോടോ. പിന്നെ ഈ ലോകത്തിൽ എത്രയോ എത്ര ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഒരു പെന്തക്കോസ്തുകാരനായി നിൽക്കുന്നത്? എൻ്റെ പ്രൈവറ്റ് പ്രേയിൽ ഞാൻ ആ അഭിഷേകം പ്രാപിച്ചപ്പോൾ, അല്ലെങ്കിൽ ആത്മസ്നാനം പ്രാപിച്ചപ്പോൾ അന്യഭാഷ പറഞ്ഞു. എന്നോട് ദൈവം പറഞ്ഞു ഇന്ന വീട്ടിൽ ചെല്ലാൻ. പല സന്ദർഭമുണ്ട്, ഇവിടെ ഇരിക്കുന്നവരൊക്കെ എനിക്ക് സാക്ഷിയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ രോഗി കിടന്നു, ഞാൻ പ്രാർത്ഥിച്ചു, ആ വ്യക്തി ചാടി എഴുന്നേറ്റു. അതിൻ്റെ പിറ്റേ ശനിയാഴ്ച ഞാൻ 21 പേരെ സ്നാനപ്പെടുത്തി. വഴിവാടി സ്ഥലം, തഴക്കര, മാവേലിക്കര. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു പോയി പ്രാർത്ഥിക്കാൻ. അന്ത്യ റൈറ്റ്സ് കഴിഞ്ഞ് മരിക്കുന്നത് കാത്തിരുന്ന ഒരു 5 അച്ഛന്മാരവിടെ ഉണ്ടായിരുന്നു. 200-ലധികം ജനങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ആരോട് വേണേലും ചോദിച്ചു നോക്ക്. ദൈവം എന്നോട് പറഞ്ഞു അവിടെ പോകാൻ. ഞാനത് ചെയ്തു. പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ ഒരൊറ്റ ഡെഫിനിഷനേ ഉള്ളൂ എങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതെന്ന്. അത് കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായത്തിന്റെ 14-15 വാക്യമാണ്. അന്യഭാഷ പറയുന്നവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, അവൻ ആത്മാവിൽ പാടുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. വേറെ ഡെഫിനിഷൻ ഇല്ല. സാധാരണ പ്രാർത്ഥനയും ആത്മാവിലുള്ള പ്രാർത്ഥനയും തമ്മിൽ എന്താ വ്യത്യാസം? ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് എഫെസോ ലേഖനം 6:18 പറയുന്നതും യൂദ 20 പറയുന്നതും വേറൊരു ഡെഫിനിഷൻ ഇല്ല. അല്ലെ ഉണ്ടെങ്കിൽ തൻ്റെ ഇടമായി പറഞ്ഞു തരാം, ഇന്നിടത്ത് ഇന്നതാണ് ആത്മാവിലെ പ്രാർത്ഥന. അങ്ങനെ ഒരെണ്ണമില്ല. ആകെയുള്ളത് കൊരിന്ത്യ ലേഖനം 14-15 ആ അന്യഭാഷ പറയുന്നവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അവിടെ ചിലപ്പോൾ അത് ലോജിക്കിന് ചേർന്നല്ല. കാരണം ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത്, നിങ്ങൾ അതാണ്ടൊക്കെ കാണിച്ചല്ലോ, അത് എനിക്ക് മനസ്സിലാകത്തില്ല, മറ്റവർക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ കോമൺ സെൻസ് ഉള്ളവൻ പറയത്തില്ല അയ്യോ ഇത് അന്യഭാഷ ശരിയാണെന്ന്. യുക്തിയുള്ളവനും സമ്മതിക്കത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ സമ്മതിക്കുന്നത്? കർത്താവ് കന്യകയിൽ ജനിച്ചെന്ന് പറഞ്ഞാലും ആരും സമ്മതിക്കത്തില്ല. ലോജിക്കുമല്ല, കോമൺ സെൻസുമല്ല. ഞാൻ വിശ്വസിക്കുകയാണ്. എന്നിൽ ആരുടെയും കൈവപ്പ് കൂടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അന്യഭാഷ കിട്ടി. അതുകൊണ്ട് പല വരങ്ങളും ഫലങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ബാക്കി ഞാൻ പിന്നാലെ പറയാം.